വേളാങ്കണ്ണി മാതാവ്. ഭാരതത്തിലെ സഭയിൽ സ്ഥലനാമവുമായി ബന്ധപ്പെടുത്തി പരിശുദ്ധ അമ്മയെ വണങ്ങുന്നതിൽ പ്രധാന സ്ഥാനം വേളാങ്കണ്ണിക്കാണ്. തെക്കേ ഇന്ത്യയിലെന്നല്ല, ഭാരതത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തി ആർജിച്ച മരിയൻ തീർത്ഥാടന കേന്ദ്രമായി വേളാങ്കണ്ണി മാറിയിരിക്കുന്നു. 16-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധ അമ്മ 3 സാഹചര്യങ്ങളിൽ നൽകിയ സന്ദർശനങ്ങളാണ് വേളാങ്കണ്ണി പള്ളിയുടെ ഉത്ഭവത്തിനും വളർച്ചയ്ക്കും കാരണമായത്. 2004 ഡിസംബർ 26-ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടായ ഭൂമികുലുക്കം സുനാമി തിരമാലകളായി മീറ്ററുകളോളം ഉയർന്നു പൊങ്ങി. ദേവാലയത്തിനുള്ളിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും കയറിയില്ലെന്നത് അത്ഭുതം തന്നെയാണ്. ആരോഗ്യമാതാവെന്നറിയപ്പെടുന്ന അമ്മയുടെ അരികിലേക്ക് വരുന്നവർക്ക് ആത്മീയവും ശാരീരികവും മാനസികവുമായ ശാന്തി പകർന്ന് ഇന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കുകയാണ് വേളാങ്കണ്ണി മാതാവ്. ഏത് അവയവത്തിനാണോ രോഗം ബാധിച്ചിരിക്കുന്നത്, ആ അവയവത്തിൻ്റെ രൂപം വെള്ളിയിലോ സ്വർണത്തിലോ തീർത്ത് മാതാവിന് കാഴ്ചയർപ്പിക്കുന്ന ഒരു പതിവ് ഇവിടെയുണ്ട്. ആഗസ്റ്റ് 28 മുതൽ സെപ്റ്റംബർ 10 വരെയാണ് ഇവിടെ പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുക. രാജ്യത്തിൻ്റെ അകത്തുനിന്നും പുറത്തുനിന്നുമായി അനേക ലക്ഷങ്ങൾ അമ്മയെ സന്ദർശിച്ച് സായുജ്യമടയുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമയ്യായ അമ്മേ, ഇന്നത്തെ എൻ്റെ ആവശ്യങ്ങളിൽ ഇടപെടണമേ, സൗഖ്യപ്പെടുത്തണമേ, സാന്ത്വനപ്പെടുത്തണമേ. ആമേൻ. സുഹൃത ജപം. വേളാങ്കണ്ണി മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.